പ്രൊഡ്യൂസർ പണം തരലன்னா அந்த പണത്തെ ഞാൻ തരണമെന്ന് പറയുന്നത് എന്ത് ന്യായം? എനിക്കിന്ന് മദ്രാസിൽ പോകാതെ പറ്റില്ല. 9:30 ഫ്ലൈറ്റാ. മാഡം പറയുന്നതൊക്കെ ശരി തന്നെയാ. പക്ഷെ മാഡത്തിനോട് പിടിച്ചു വെച്ചാലേ പ്രൊഡ്യൂസർ പണം കൊണ്ടുവരൂ. 1,20,000 റുപ്പീസാണ് തരാനുള്ളത്. 3 ദിവസമായിട്ട് പ്രൊഡ്യൂസർ മുങ്ങിയിരിക്കുക. അതിന് നിങ്ങൾ എന്നെ പിടിച്ചു വെച്ചിട്ട് എന്താ കാര്യം? ഞാൻ നിങ്ങളുടെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ? മാഡത്തിനെ പിടിച്ചു വെച്ചാലേ ഇതിനൊരു തീരുമാനം ഉണ്ടാകും. പ്രൊഡ്യൂസർ പൈസ കൊണ്ടൊന്നും തരാതെ മാഡത്തിന് വിടരുതെന്ന മുതലാളി പറഞ്ഞിരിക്കുന്നത്. ഐ ആം ഹെൽപ്ലെസ്. ശരി, കൊടുത്തേക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. അതിന് ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ഞങ്ങൾക്ക് കിട്ടാനുള്ള പണം മാഡം എന്നിട്ട് മാഡം ഇവിടുന്ന് പൊക്കോ. എന്താ മോളൊരു ബഹളം? ഇവിടെ താമസിക്കുന്ന ഷൂട്ടിംഗ് പാർട്ടി പണം തരാത്തോണ്ട് ഞങ്ങൾ സുപ്രിയ എന്ന നടിയെ പിടിച്ചു വെച്ചിരിക്കുക. അതിന്റെ ബഹളാ സർ. എന്തായാലും ഫൈനലായിട്ടൊരു കാര്യം പറയാണ്. പണം മുഴുവൻ കിട്ടാതെ മാഡത്തിന് വിടുന്ന സുപ്രിയോ? നിങ്ങൾ എന്താ ഗുണ്ടായിസം കാണിക്കാ? നിങ്ങൾ മര്യാദയ്ക്ക് എന്നെ വിട്ടില്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും. വിളിക്കേ. അപ്പൊ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും അല്ലേ? റൂം ലോക്ക് ചെയ്ത്. നിങ്ങൾ റൂം ലോക്ക് ചെയ്തത് എനിക്ക് പോണോ? എന്താ രാധാകൃഷ്ണ പ്രശ്നം? സർ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് വലിയൊരു എമൗണ്ട് തരാനുണ്ട്. 3-4 ദിവസമായിട്ട് ആളെ കാണാനില്ല. ഈ എമൗണ്ട് കിട്ടാൻ വേണ്ടി ഞങ്ങൾ മാഡത്തിനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പ്രൊഡ്യൂസർ പൈസ തരാത്തതിന് അഭിനയിക്കാൻ വന്ന ആർട്ടിസ്റ്റിനെയാണോ പിടിച്ചു വെക്കേണ്ടത്? അവരല്ലല്ലേ റൂം ബുക്ക് ചെയ്തത്? ഇവരൊരു സെലിബ്രിറ്റി അല്ലേ? നിയമപരമായി ഇവർ മൂവ് ചെയ്താൽ നിങ്ങൾ കോടതി കയറി ഇറങ്ങേണ്ടി വരും. എനിക്ക് നാളെ മദ്രാസിൽ വർക്ക് വെച്ചിരിക്കുകയാണ് സർ. അങ്ങ് ചെന്നില്ലെങ്കിൽ അസോസിയേഷൻ എന്മേലെ കംപ്ലൈന്റ് പണ്ണു സർ. എത്ര രൂപയാ നിങ്ങൾക്ക് തരാനുള്ളത്? 1,20,000. ശരി, ആ എമൗണ്ട് ഞാൻ പേ ചെയ്തോളാം. അവർ പൊക്കോട്ടെ. പ്രൊഡ്യൂസർ പേ ചെയ്യുമ്പോൾ എനിക്ക് തിരിച്ചു വന്നാൽ മതി. ശരി, താങ്ക് യു സർ. അനിൽ സാർ. ഹായ് രാംകുമാർ സാർ. வாங்க சார், சர்ப்ரைஸா இருக்கு. வாங்க உட்காருங்க. உட்காருங்க சார். இங்கே சௌகரியங்கள் எல்லாம் குறைவான. அந்த ഹോട്ടലിൽ കൊടുത്ത അമൗണ്ട് கிடைச்சதா സാർ? ഇല്ല, പിന്നീട് എനിക്ക് അങ്ങോട്ട് പോകാൻ സമയം കിട്ടിയില്ല. അന്ന് സാറ് വന്ന് പണം കൊടുത്തില്ലായിരുന്നെങ്കിൽ എനിക്ക് പ്രോബ്ലം ആയി പോയെന്നെ. ഇങ്ങ എല്ലാവരും ഞാൻ വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. സാർ കുടിക്കാൻ ടീ കോഫി? ഏയ്, ഒന്നും വേണ്ട. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതേ ഉള്ളൂ. സുപ്രിയ, ഞാനൊരു കാര്യം പറഞ്ഞാൽ സുപ്രിയയ്ക്ക് ഫീൽ ചെയ്യരുത്. എന്താ സാർ? സുപ്രിയെ പോലൊരു സെലിബ്രിറ്റി ഇങ്ങനൊരു വീട്ടിൽ താമസിക്കാൻ പാടില്ല. അത് സുപ്രിയയുടെ കരിയറിനെ തന്നെ ബാധിക്കും. இந்த வீட்டில் நின்று கொஞ்சம் கூட വലിയ വീട്ടിലേക്ക് മാറണമെന്ന് എനിക്കും ആശയുണ്ട്. ആനാ അതിനുള്ള റെമ്യൂണറേഷൻ ഒന്നും എനിക്കിപ്പോ കിട്ടുന്നില്ല സർ. ഇത് തന്നെ വാടക വീടാ. ഞാനൊരു സജഷൻ പറയട്ടെ. സുപ്രിയ എന്റെ ബംഗ്ലാവിലേക്ക് താമസം മാറിക്കോളൂ. ഞാൻ വല്ലപ്പോഴും വരുമ്പോ 2-3 ദിവസം സ്റ്റേ ചെയ്യുന്നല്ലാതെ ബാക്കി ദിവസം അടച്ചിട്ടിരിക്കുക. അയ്യോ, അതൊന്നും വേണ്ട സർ. ഇനി ഇവിടുന്ന് മാറുന്നെങ്കിൽ
അത് സ്വന്തം വീട്ടിലേക്കായിരിക്കണം. അതാണ് എൻ്റെ ആശ. അതിനെന്താ, അത് സ്വന്തം വീടാണെന്ന് കരുതിക്കോളൂ. അതല്ല, സുപ്രിയയ്ക്ക് ഫ്രീ ആയിട്ട് താമസിക്കുന്നതിൽ ഡെലിക്കസി ഉണ്ടെങ്കിൽ വാടക തന്നോളൂ, ഞാൻ വാങ്ങിച്ചോളാം. ഈ വീട് എനിക്ക് റാസിയുള്ള വീടാണ് സർ. ശരി, രാശി കളയണ്ട. സുപ്രിയയുടെ അമ്മയോ റിലേറ്റീവ്സോ ഇവിടെ താമസിച്ചോട്ടെ. എന്താ? ഞാൻ അമ്മയോടൊന്ന് ആലോചിക്കട്ടെ. വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫോറിൻ വൈന, ബോംബെ വെച്ച് എൻ്റെ ഫ്രണ്ട് തന്നതാ. അയ്യോ വേണ്ട സർ. ഹേയ്, ഇതിൽ ആൽക്കഹോൾ കണ്ടന്റ് വളരെ കുറവാണ്. മാത്രമല്ല, ദിവസവും അല്പം വൈൻ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഒന്ന് സിപ്പ് ചെയ്ത് നോക്ക്. വേണ്ട. ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട. നോ വേണ്ട സർ. പ്ലീസ് കഴിച്ചു നോക്ക്. കഴിക്കേ. ഇതിന് ഗ്രേപ്പ് ജ്യൂസിന്റെ ടേസ്റ്റാ. ഇങ്ങതാ ഒന്ന് ഒഴിച്ചു. അല്ല, ഇതെന്താ വെള്ളം കുടിക്കുന്ന പോലെയാണോ വൈൻ കുടിക്കുന്നത്? ഒരു മയക്കം വരുന്ന പോലെ തോന്നുന്നു. You just enjoy the feel. കുറച്ചു നേരം കിടന്നോട്ടെ. ഫേണ്ടായി പോണ പോലെ.
സുപ്രിയ, നിന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിന്നെ ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു, വേദനിപ്പിച്ചു. സോറി, എക്സ്ട്രീംലി സോറി. രാഹുൽ, അവൻ്റെ പ്രായം, ഒരു ആക്ട്രസിനോട് അവന് തോന്നിയ ഇൻഫ്രാക്ച്വേഷൻ, അതിൽ നിന്നുണ്ടായ ഒരു ആസക്തി അവനെ എന്തെല്ലാമോ ആക്കി തീർത്തു. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്തായാലും അവൻ എൻ്റെ മകനല്ലേ, അവനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ?